My precious children of God, I greet each one of you in the name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട യേശുക്രിസ്തുവിന്റെ മക്കളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. Today we are going to meditate from Proverbs chapter 21 verse 31. സദൃശ്യവാക്യങ്ങൾ 21-31 വാക്യമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. It says, "The horse is made ready for the day of battle, but the victory belongs to the Lord." കുതിരയെ യുദ്ധദിവസത്തിനായി ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. Yes, my beloved friends, we have to go through struggles and problems in this wretched world. പ്രിയരെ, ഈ അതിക്രമം പിടിച്ച ലോകത്ത് പലവിധമായ പ്രശ്നങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും നാം കടന്നു പോകേണ്ടി വരുന്നു. So many problems come in our lives and we have to shed tears because of ഈ that. ലോകത്ത് അനേക പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്നു. നാം അവയ്ക്കൊക്കെയും മുൻപിൽ കണ്ണീരൂറ്റേണ്ടതായി വരുന്നു. But if you read 1 Corinthians chapter 15 verse 57, it says, "God gives us victory through our Lord Jesus Christ." 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ 57 വാക്യത്തിൽ നാം കാണുന്നു, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവം ജയം നൽകുമത്രേ. Jesus came to this world to live like a man, and he went through a lot of sufferings just to bring you out of all the sufferings you are facing. യേശു ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ജീവിക്കുവാൻ വന്നതും അനേക കഷ്ടങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ പെടുന്ന കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനാണ്. How he did that? അവൻ എങ്ങനെയാണ് അത് ചെയ്തെടുത്തത്? If you read Colossians chapter 2 verse 15, it says like this, കൊലോസ്യർ 2:15 വാക്യം ഇങ്ങനെ പറയുന്നു, "Having disarmed principalities and powers, Lord Jesus made a public spectacle of them, triumphing over them in it." വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. Jesus is the only person who can give us victory from all our problems. നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ജയം തരുവാൻ കഴിവുള്ള ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. Don't think that you can do that or solve that problem by your intelligence, but by your possession and by your blessings. നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അനുഗ്രഹങ്ങൾ കൊണ്ടോ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. Blessings come only from Jesus. അനുഗ്രഹം യേശുവിങ്കിൽ നിന്ന് മാത്രമാണ് വരുന്നത്. That's why Luke 9:23 we read like this. അതുകൊണ്ടാണ് ലൂക്കോസ് 9:23 നാം ഇങ്ങനെ വായിക്കുന്നത്. Luke 9:23 says, "The Lord Jesus himself says like this, if anyone desires to come after me, let him deny himself and take up his cross daily and follow me." ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താനെ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് ലൂക്കോസ് 9:23 യേശുക്രിസ്തു പറയുന്നത്. Yes, take up your cross and follow Jesus Christ. അതെ, നിങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക. Galatians chapter 6 verse 14, Paul writes like this. ഗലാത്യ ലേഖനം 6:14 പൗലോസ് ഇപ്രകാരം എഴുതുന്നു, "I should boast except in the cross of our Lord Jesus Christ, by whom the world has been crucified to me and I to the world." എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും വിരോധമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. Yes, my friends, every day when you go through many problems, when you face different kinds of situations which hurts you, just look to the cross. അനുദിനവും നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ ഹനിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ക്രൂശിങ്കലേക്ക് നോക്കുക. On the cross Jesus gave his life, and to bring you out of all your problems he suffered and died. ക്രൂശിൽ അവിടുന്ന് ത്യാഗം സഹിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി മരിച്ചു. And as he rose up from death, he can give victory for all your problems. അവിടുന്ന് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ അവിടുത്തേക്ക് കഴിയും. He is a risen savior. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണ്. He is not dead and gone. അവിടുന്ന് മരിച്ചു പോയവൻ അല്ല.
He is a living Savior. അവിടുന്ന് ജീവിക്കുന്ന രക്ഷകനാണ്. Remember all these things and come to Him. ഇവയൊക്കെയും ഓർത്തുകൊണ്ട് അവിടുത്തെ അടുക്കലേക്ക് വരിക. And thank Him for all the goodness and mercy He has showered upon you through the cross. ക്രൂശിലൂടെ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ നന്മയും കരുണയും നിമിത്തം നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, thank you, Lord, for the sacrifice you have made on the cross. ക്രൂശിൽ അവിടുന്ന് ചെയ്ത വലിയ യാഗത്തിനായി നന്ദി കർത്താവേ. Lord, you have given your life on the cross. You have come out of death. കർത്താവേ, അവിടുന്ന് ക്രൂശിൽ ജീവനെ അർപ്പിച്ച് ഉയിർത്തെഴുന്നേൽറ്റ് ജീവിക്കുന്ന രക്ഷകനാണല്ലോ. Yes, Lord, you are living as a Savior right now. ഇപ്പോൾ അവിടുന്ന് രക്ഷകനായി ജീവിക്കുന്നുവല്ലോ. Save your people from all disaster. എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവിടുത്തെ ജനങ്ങളെ വിടുവിക്കണമേ. All the agony of the world. ലോകത്തിലെ എല്ലാ ആകുലങ്ങളിൽ നിന്നും വിടുവിക്കണമേ. Give them a blessed life. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവർക്ക് നൽകണമേ. Bless each one who has come to the cross. ക്രൂശിങ്കിലേക്ക് വരുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. In Jesus' mighty name we pray. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.